നമസ്കാരം സുഹൃത്തുക്കളെ. കേരള PSC പരീക്ഷകളിൽ കേരള ജിയോഗ്രഫി, പരിസ്ഥിതി എന്നീ വിഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും അവയുമായി ബന്ധപ്പെട്ട PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച 50 ചോദ്യങ്ങളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ഭാഗത്തുനിന്നുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം. 1. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. 2. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1950. 3. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ: ഇടുക്കി, പത്തനംതിട്ട. 4. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച വർഷം 1978 പ്രോജക്ട് ടൈഗറിന്റെ ഭാഗമായി. 5. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. 6. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത്? മംഗളവനം പക്ഷി സങ്കേതം. 7. മംഗളവനം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? എറണാകുളം. 8. മംഗളവനം വന്യജീവി സങ്കേതമായി ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം 2004. 9. വയനാട് ജില്ലയിലെ പ്രധാന വന്യജീവി സങ്കേതം: വയനാട് വന്യജീവി സങ്കേതം. 10. വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1973. 11. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം: വയനാട് വന്യജീവി സങ്കേതം. 12. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: പാലക്കാട്. 13. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏതു വർഷമാണ് രൂപീകരിച്ചത്? 1973. 14. പറമ്പിക്കുളത്തെ കടുവ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ച വർഷം 2009. 15. കേരളത്തിലെ ആദ്യത്തെ ആനത്താര എലിഫന്റ് കോറിഡോർ ഏത് വന്യജീവി സങ്കേതത്തിലാണ്? വയനാട്. 16. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: ഇടുക്കി. 17. ചിന്നാർ വന്യജീവി സങ്കേതം എന്തിനു പേരുകേട്ടതാണ്? ഗ്രിസ്ഡ് ജയന്റ് സ്ക്വിറൽ, ചാമ്പൂൻ അണ്ണാൻ, ബബൈ, ചന്ദനക്കാടുകൾ. 18. കേരളത്തിൽ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം: ചിന്നാർ. 19. ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജലസംഭരണിക്ക് ചുറ്റുമുള്ള വന്യജീവി സങ്കേതം: ഇടുക്കി വന്യജീവി സങ്കേതം. 20. ഇടുക്കി വന്യജീവി സങ്കേതം രൂപീകരിച്ച വർഷം 1976. 21. പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വന്യജീവി സങ്കേതം: റാന്നി ബൈ കോന്നി വന്യജീവി സങ്കേതം, കോന്നി. 22. കോന്നി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2020. കേരളത്തിലെ ഏറ്റവും പുതിയ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്ന്. 23. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: തിരുവനന്തപുരം. 24. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം 1958. 25. നെയ്യാർ ഡാമിന് സമീപമുള്ള മുതലവളർത്തൽ കേന്ദ്രം എവിടെയാണ്? നെയ്യാർ വന്യജീവി സങ്കേതം. 26. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: തിരുവനന്തപുരം. 27. പേപ്പാറ വന്യജീവി സങ്കേതം രൂപീകരിച്ച വർഷം 1983. 28. ഷെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: കൊല്ലം. 29. ഷെന്തുരുണി വന്യജീവി സങ്കേതം രൂപീകരിച്ച വർഷം 1984. 30. ചെന്തുരുണി എന്ന മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം: ഷെന്തുരുണി. 31. ഏമലയാർ ഡാമും കല്ലാർ ഡാമും ഉൾപ്പെടുന്ന കൊല്ലത്തെ വന്യജീവി സങ്കേതം: ഷെന്തുരുണി. 32. ആനമുടി ഷോല ദേശീയോദ്യാനത്തിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഷോല വന്യജീവി സങ്കേതം: ചിമ്മിണി ബൈ ചിന്നാർ ബൈ ആനമുടി ഷോലയോട് ചേർന്നുള്ളവ, കുറിഞ്ഞിമല. 33. നീലക്കുറിഞ്ഞിപ്പൂക്കൾ സംരക്ഷിക്കുന്നതിനായി രൂപീകരിച്ച വന്യജീവി സങ്കേതം: കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. 34. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: ഇടുക്കി, ദേവികുളം താലൂക്ക്. 35. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 2006. 36. തൃശൂർ ജില്ലയിലെ പ്രധാന വന്യജീവി സങ്കേതം ഏത്? ചിമ്മിണി, വാഴച്ചാൽ, പീച്ചിവാഴച്ചാൽ. 37. പീച്ചിവാഴച്ചാൽ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1984. 38. ആരോഗ്യവാനായ കാട്ടുപോത്തുകളെയും മറ്റും കാണാൻ കഴിയുന്ന പാലക്കാട്ടെ മറ്റൊരു പ്രദേശം: മലമ്പുഴ ബൈ പറമ്പിക്കുളം മേഖല. 39. കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങളാണുള്ളത്? 17 വന്യജീവി സങ്കേതങ്ങൾ. ദേശീയ ഉദ്യാനങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ മാറ്റിവെച്ചാൽ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ. 40. കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളിൽ പ്രശസ്തമായത്: തട്ടേക്കാട് പക്ഷിസങ്കേതം. 41. തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല: എറണാകുളം. 42. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമേത്? തട്ടേക്കാട് പക്ഷിസങ്കേതം.
സാലിം അലി പക്ഷിസങ്കേതം. 43. തട്ടേക്കാട് പക്ഷിസങ്കേതം നിലവിൽ വന്ന വർഷം 1983. 44. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരുടെ പേര് തട്ടേക്കാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ സാലിം അലി. 45. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം? സുൽത്താൻ ബത്തേരി. 46. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി? പറമ്പിക്കുളം ആർ. 47. കേരളത്തിൽ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏവ? പെരിയാറും പറമ്പിക്കുളവും. 48. ഏഷ്യയിലെ ആദ്യത്തെ തുടർച്ചയായ തേക്കുതോട്ടം സ്ഥിതിചെയ്യുന്ന പറമ്പിക്കുളത്തെ വൃക്ഷം? കണ്ണൻ തേക്കടി. കണ്ണീപ്പൊൻ തേക്ക് ബൈ കനോലി പ്ലോട്ട് നിലനിൽക്കുന്ന മലബാർ ഭാഗം. പറമ്പിക്കുളത്തെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് കന്നിത്തേക്ക്. 49. പറമ്പിക്കുളത്തെ ലോകപ്രശസ്തമായ വലിയ തേക്കുമരം ഏതാണ്? കന്നിത്തേക്ക്. കന്നിമരം ടീക്ക്. ഇത് PSC പരീക്ഷയിൽ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായി ചോദിക്കാറുള്ളത് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. സുഹൃത്തുക്കളെ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് PSC പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. പെരിയാറും വയനാടും പറമ്പിക്കുളവുമൊക്കെ ഈ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനം അറിഞ്ഞിരിക്കേണ്ടവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.